ഹലോ കിടല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കിടൽ നമ്മൾ എമ്പുരാൻ രാവിലെ 6 മണിക്കുള്ള ഷോയ്ക്ക് പോയി കണ്ടിട്ട് വന്നില്ല. ഫാൻ ഷോ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പാലക്കാടിനെ പോയി കണ്ടിട്ട് വന്നു കിടല്ലേ. പടം ഞാൻ പറയാം എങ്ങനെ സംഭവിച്ചു. നമ്മൾ ഉറക്കം 4:30 എന്താ വെച്ചാൽ ഇന്നലത്തോട്ട് നോക്കണ്ടില്ല. ഈ രാവിലെ ആവും എന്ന് വെച്ചാൽ പടത്തിന് പോകണമെന്നുള്ള മൈൻഡ് സെറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ അത്ര വെയിറ്റിംഗാണ് കിടല്ലേ. സാധാരണ ഞാൻ മലയാള പടത്തിനൊന്നും ഫാൻ ഷോയ്ക്ക് പോകാറില്ല. പിന്നെ എന്താ വെച്ചാൽ ലാലേട്ടൻ, പിന്നെ നമ്മുടെ രാജുവേട്ടൻ, പിന്നെ അങ്ങനെയൊക്കെ നോക്കിയാൽ പിന്നെ എന്തായാലും പോകണം കിടല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറയുന്നത് വെച്ചാൽ ലൂസിഫറിന് ഞാൻ ഫാൻ ഷോയ്ക്ക് ഒന്നും പോയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു പടം എന്ന രീതിയിൽ കണ്ടു. പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു നമ്മൾ പൂ ചോദിച്ച പൂക്ക എന്നാൽ പൂന്തോട്ടം നടന്നു പറയില്ലേ. അതേപോലെ രാജുവേട്ടൻ ലൂസിഫറിൽ കാണിച്ചത് എന്താ വെച്ചാൽ രോമാഞ്ചം പറഞ്ഞ ഓരോ എൻട്രി സീനിലും രോമാഞ്ചമായിരുന്നു കേട്ടല്ലേ. പക്ഷെ എനിക്കിതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര അത് നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ കൊള്ളുന്ന സാധനം എനിക്ക് കിട്ടിയില്ല കേട്ടോ. സത്യമുള്ള എനിക്ക് കിട്ടിയില്ല. ബട്ട് ഓവറോൾ പടം സൂപ്പറാണ്. മേക്കിംഗ് ഒക്കെ അടിപൊളി നമ്മളൊരു ഇന്റർനാഷണൽ പടം കണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഫുള്ള് ഇന്റർനാഷണൽ ലെവലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല. ആ മേക്കിംഗ് ഒക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സീരിയസ്ലി. പിന്നെ എന്താ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോന്നുന്നു വെച്ചാൽ ബിജിഎമ്മിന് അത്ര പോരാട്ടില്ല. ബിജിഎമ്മിന് അത്ര പവർ പോരാ. ബിജിഎമ്മൊക്കെ നമുക്ക് ഇപ്പോൾ തമിഴിൽ വേറെ കേൾക്കുമ്പോൾ ബിജിഎം കേൾക്കുമ്പോൾ തന്നെ എന്നൊരു ഫീൽ വരില്ലേ. അതിൽ എനിക്ക് വന്നില്ല. ബിജിഎം അത്ര പോരാ ഇല്ല. സത്യം പറയില്ല. ബിജിഎം അത്ര പോരാ. പിന്നെ ഓവറോൾ പിന്നെ രാജുവേട്ടൻ പറയേണ്ടത് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ എൻട്രിയിൽ നമുക്ക് സെറ്റ് എന്നൊരു ഫീൽ വരും. പക്ഷെ എന്നാൽ ബിജിഎം കൊണ്ട് എനിക്ക് സൗണ്ടിന്റെ നമ്മുടെ തിയേറ്ററിന്റെ സൗണ്ടിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് അത്ര കേൾക്കുമ്പോൾ ഇതെന്ത് ബിജിഎം എന്നൊരു ഫീൽ വന്നു. പിന്നെ നമ്മുടെ കടവുകളെ പോലെ കപ്പവൻ ഇവൻ ആ സാധനം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു അത് വേറെ ലെവലായിരുന്നു. ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ. പടം ഞങ്ങൾ 6 മണിക്ക് പോയില്ല. 9:30 കഴിഞ്ഞത്. പിന്നെ നമ്മൾ ലാസ്റ്റ് മറ്റേ സംഭവം ഇല്ല. എന്താ വെച്ചാൽ ലാസ്റ്റ് നമ്മൾ 5 മിനിറ്റ് രാജുവേട്ടൻ എന്തോ ഒരു നമുക്കതൊരു പോസ്റ്റർ കണ്ടാൽ ലാസ്റ്റ് 5 മിനിറ്റ് നമ്മൾ കഴിഞ്ഞിട്ട് പടത്തിന്റെ ആ ഒരു പേരൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കണം പറഞ്ഞു. ഞങ്ങൾ ഇരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പടം കഴിഞ്ഞു മൊത്തത്തില്. പിന്നെ മറ്റേ എന്താ ട്വിസ്റ്റ് ചെയ്യണല്ല. നമ്മൾ ആ ഒരു ഷർട്ട് അങ്ങോട്ട് തിരിച്ചു നിൽക്കേണ്ട ഒരു മെൻഷൻ ഉണ്ടായിരുന്നില്ലേ. അതാരാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയില്ല. നിങ്ങൾ നേരിട്ട് പോയി കാണുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്വിസ്റ്റ് തന്നെയാണ്. മനസ്സിലായി. എന്ന് വെച്ചാൽ അത് നമ്മൾ പറഞ്ഞ പടത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ലെവൽ പോകും. അപ്പൊ മാക്സിമം എല്ലാവരും പോയി കാണുകയില്ല. പടം പറഞ്ഞില്ല നമ്മൾക്ക് വെറുത്താണ്. നമ്മൾ പോയുള്ള വെറുത്താണ്. പക്ഷെ എനിക്ക് എന്താണ് ഇപ്പൊ കണക്ട് പിന്നെ ഇടയ്ക്ക് എന്താ വെച്ചാൽ കണക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടല്ല. എന്ന് വെച്ചാൽ ചില ഭാഗങ്ങൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നല്. മേക്കിംഗ് ഓവറോൾ ഇടല്ലോ ഒന്നും പറയാം കേട്ടോ. മേക്കിംഗ് പറഞ്ഞാൽ അമ്മാതെ നമ്മൾ ഓരോ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങൾ പിന്നെ വേറെ ലെവൽ സാധനങ്ങൾ ലാലേട്ടൻ ലുക്ക് ഇല്ലാതെ എടുത്ത് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിൽ വെച്ചാൽ എന്താ വെച്ചാൽ ലാലേട്ടൻ്റെ ആ ലുക്ക് സത്യം പറഞ്ഞല്ലോ. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനൊക്കെ ഇല്ലാതെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സീന് മോനെ അതാണ് കേട്ടല്ലോ. സത്യം പറഞ്ഞാൽ അത്ര ഉള്ളിൽ ഞാൻ റിവ്യൂ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായം വന്നിട്ട് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. കണ്ടവരെങ്കിൽ അഭിപ്രായം പറയാം. അപ്പോൾ അത്ര ഉള്ളിൽ കേട്ടല്ലേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ചെറിയ റിവ്യൂ ഇല്ല, ഷോർട്ട് റിവ്യൂ അത്ര പറയുന്നുള്ളൂ. മനസ്സിലല്ലേ. അപ്പോൾ എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതേ പറഞ്ഞുള്ള എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.